നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതപഠനത്തിന് ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മിന്നൽ സമരം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയ നടപടിയിൽ എയർ ഇന്ത്യ മാനേജ്മെന്റ് മാപ്പ് പറയണമെന്ന് ടി സിദ്ദിഖ് MLA. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കുടുംബശ്രീ അംഗങ്ങളെ ഹോം നഴ്സിംഗ് രംഗത്തേക്ക് നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഹോം നഴ്സുമാരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് PHSOA. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. മതപഠനത്തിന് ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത ലേണിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള സമസ്ത ലേണിംഗ് മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ലോഞ്ചിങ്ങും സമസ്ത ഗ്ലോബൽ ഇൻഫോ സമ്മിറ്റ് ഉദ്ഘാടനവും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. മതപഠനത്തിന് ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് വിശുദ്ധമാവുന്നതായ ശരീഅത്ത് അനുവദിക്കുന്നതായ പരിഷ്കരണങ്ങളും ശരീഅത്തിന്റെ ആ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നും കൊണ്ടിട്ട് വിദ്യാഭ്യാസ രംഗം ഇവിടെ വളർത്തിയെടുക്കുക, അതിനാവശ്യമാകുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു ഈ വിശുദ്ധമാവുന്ന ശരീഅത്തിനെ ഇവിടെ അവതരിപ്പിച്ചു. ആ ശരീഅത്തിനെ ഇവിടെ നിലനിർത്താൻ ആവശ്യമാവുന്ന പല സംവിധാനങ്ങളും അല്ലാഹു ആവിഷ്കരിക്കുകയും അത് ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിനോട് അനുയോജ്യമാവുന്ന സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ സംവിധാനങ്ങൾ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അല്ലാഹുവിൻ്റെ സാലിഹീങ്ങളാവുന്ന ഇബാദുകളൊക്കെ മുമ്പ് ഉപയോഗിച്ചതാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലേണിംഗ് ഡോക്യുമെന്ററി പ്രകാശനം നിർവഹിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട്, അബ്ദുൽ സാലിഹ് ഷരീഫ്, കോഴിക്കോട് ഖാസി മുഹമ്മദ് കോയ തങ്ങൾ ജമുലുൽ ലൈലി, സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കം, മുഷാഫറ അംഗങ്ങളായ MP മുസ്തഫൽ ഫൈസി, PM അബ്ദുൽ സലാം ബാക്കവി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിന്നൽ സമരം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയ നടപടിയിൽ എയർ ഇന്ത്യ മാനേജ്മെന്റ് മാപ്പ് പറയണമെന്ന് ടി സിദ്ദിഖ് MLA. യാത്രക്കാർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യാത്രക്കാരോട് മാപ്പ് പറയാനും സമ്പൂർണമായി അവർക്ക് കോമ്പൻസേഷൻ നൽകാനുള്ള നടപടികളും എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. വ്യാപകമായ രീതിയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് എയർ ഇന്ത്യയുടെ ഷെഡ്യൂൾ മുഴുവൻ റദ്ദാക്കിയിരിക്കുന്നു. യാത്രക്കാർ എയർപോർട്ടിൽ എത്തിയതിന് ശേഷമാണ് ഈ ഷെഡ്യൂൾ റദ്ദാക്കൽ വിവരങ്ങൾ പലരും അറിഞ്ഞിട്ടുള്ളത്. റദ്ദാക്കപ്പെട്ടതിന് ശേഷം എയർ ഇന്ത്യ എടുത്ത നടപടി ഏറെ കുറ്റകരമായിട്ടുള്ള നടപടിയാണ് അവർ സ്വീകരിച്ചത്. അവർ പറഞ്ഞത് യാത്രക്കാർക്ക് ടിക്കറ്റ് ഫെയർ തിരിച്ചു നൽകാം എന്നുള്ളതാണ്. ടിക്കറ്റ് ഫെയർ തിരിച്ചു നൽകിയാൽ അവർക്ക് അവസാന സമയം വിസ കാലാവധി ഒരൊറ്റ ദിവസം മാത്രമുള്ളവർ ഹൈക്ക് ചെയ്ത പ്രൈസിന്റെ ടിക്കറ്റ് എടുക്കാൻ വീണ്ടും വിധിക്കപ്പെടുന്നവർ, ഒന്നിച്ച് ഗ്രൂപ്പായി ഉംറ അടക്കമുള്ള തീർത്ഥാടനത്തിന് പോകുന്നവർ,
അവധിക്കാലമായതിനാൽ കുടുംബമടക്കം ഒന്നിച്ചു പോകാൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. വ്യോമയാന മന്ത്രാലയം, DGCA, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവർ ഇടപെട്ട് യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഭാരവാഹികളുടെ യോഗം ആവശ്യപ്പെട്ടു. 300-ൽ താഴെ വരുന്ന ക്യാബിൻ ക്രൂവിന്റെ മിന്നൽ സമരം മൂലം 90-ലധികം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ നിന്നുള്ള സർവീസ് റദ്ദാക്കിയ നടപടിയിൽ ബന്ധപ്പെട്ടവരുടെ പേരിൽ മനുഷ്യാവകാശ ലംഘനത്തിനും ജോലി നഷ്ടപ്പെട്ടവർക്ക് ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. മുൻകൂട്ടി അറിയിക്കാതെ ബോർഡിംഗ് പാസ് നൽകി യാത്ര മുടങ്ങി വിമാനത്താവളത്തിൽ കുടുങ്ങിയവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ പീഡിപ്പിച്ച അധികാരികളുടെ അനാസ്ഥയിൽ യോഗം പ്രതിഷേധിച്ചു. MDC ഓഫീസിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. അമിത വിമാന നിരക്ക് നൽകി ടിക്കറ്റ് എടുത്ത നിരപരാധികളായ രോഗികളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ അർഹമായ നഷ്ടപരിഹാരം, ഇൻഷുറൻസ് ക്ലെയിം, റീഫണ്ട് എന്നിവ ലഭിക്കാൻ ബന്ധപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കേവലം ജീവനക്കാരുടെ ആവശ്യ മാനേജ്മെന്റ് ആയിട്ടാണ്, യാത്രക്കാരായിട്ടല്ല. അത് യാത്രക്കാരോട് വെല്ലുവിളി തന്നെയാണ്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരെ സമീപിക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. മുൻ എയർപോർട്ട് ഉപദേശക സമിതി അംഗം ഡോക്ടർ K. മൊയ്തു യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു ആശ്വാസം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചാപ്പണിക്ക് ഡയറക്റ്റായി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടാൻ ഉള്ള ഒരു സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിമാന കമ്പനികളുടെയും ചില ക്യാബിൻ ക്രൂ യൂണിയനുകളുടെയും നിരക്കുകൊള്ളയും ചൂഷണവും അവസാനിപ്പിക്കണമെന്നും എല്ലാ അനുമതിയും ലഭിച്ച UAE കേരള യാത്രാ ചരക്ക് കപ്പൽ സർവീസ്, മന്ത്രിസഭയുടെ 3ാം വാർഷികം, 4ാം ലോക കേരള സഭ എന്നിവയ്ക്ക് മുൻപായി ആരംഭിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൌൺസിൽ വൈസ് പ്രസിഡന്റുമാരായ സുബൈർ കൊളക്കാടൻ, ബേബി കിഴക്കേ ഭാഗം, സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ, ട്രഷറർ MV കുഞ്ഞാമു, ഷംസുദ്ദീൻ മുണ്ടോളി, സുനിൽ K, CC മനോജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരുന്ന മെയ് 10 മുതൽ നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം സ്വപ്ന നഗരിയിലുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് വരണം. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിലെ വർണ്ണവിസ്മയ കാഴ്ചകൾ കാണാനും ഒരു ചില്ല് ജാലകത്തിൽ മത്സ്യങ്ങളോടൊപ്പം മനുഷ്യനും നീന്തി തുടിക്കുന്ന അത്ഭുത കാഴ്ചകൾ കാണാനും മെറൈൻ വേൾഡ് ഇൻ ദ സീ. 10 കോടി രൂപ ചെലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്ന നഗരിയിൽ. അപ്പൊ മറക്കണ്ട, മെയ് 10-ാം തീയതി 5 മണിക്ക് ഞാനും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം വരും. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ അംഗങ്ങളെ ഹോം നഴ്സിംഗ് രംഗത്തേക്ക് നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഹോം നഴ്സുമാരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമെന്ന് PHSA. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേരളത്തിൽ അങ്ങോളമുള്ള ഹോം നേഴ്സിംഗ് പ്ലേസ്മെന്റ് സ്ഥാപനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് കഴിഞ്ഞ 12 വർഷമായി ആ മേഖലയിലും സാമൂഹ്യ മേഖലയിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് PHSA. ഇന്ന് ഹോം നേഴ്സിംഗ് മേഖലയിലും പ്രൈവറ്റ് പ്ലേസ്മെന്റ് മേഖലയിലും അനുഭവിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളും നടപടികളും കഴിയാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഈ മേഖലയിൽ പരിഹരിക്കപ്പെടുന്നതായി ബാക്കിയുണ്ട്. അത്തരം വിഷയങ്ങൾ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി ഉള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ സമ്മേളനം ഞങ്ങൾ മുന്നിൽ കാണുന്നത്. ഹോം നഴ്സിംഗ് പ്ലേസ്മെന്റ് സെക്യൂരിറ്റി സർവീസ് മേഖലയിൽ ജോലിക്കാരെ നൽകുന്ന സ്ഥാപനങ്ങളുടെ സംഘടനയായ PHSOAയുടെ സംസ്ഥാന സമ്മേളനം മെയ് 11-ന് അളകാപുരിയിൽ നടക്കും. MLA അഹമ്മദ് ദേവർകോവിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ മുഖ്യപ്രഭാഷണം നടത്തും. ഹോം നഴ്സിംഗ് രംഗത്ത് കുടുംബശ്രീക്കാർക്ക് നൽകുന്ന പരിശീലനം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടി നൽകുക, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അടിസ്ഥാന വേതനം നിശ്ചയിക്കുക, തൊഴിലുടമകളുടെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുക, ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് നൽകുക, നിയമനിർമ്മാണം നടത്തി പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം.എൻ. സന്തോഷ്, വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി, റൊണാൾഡ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ബ്രാഞ്ച് 2ന്റെ 37ാം വാർഷിക സമ്മേളനം അളകാപുരിയിൽ നടന്നു. AILIAF ദേശീയ സെക്രട്ടറി ജനറൽ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിച്ചു. സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് AILIAF 37ാം വാർഷിക സമ്മേളനം കോഴിക്കോട്ട് ചേർന്നത്. ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രായപരിധി ഉയർത്തുക, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ഏജന്റുമാർക്കും മിനിമം 10,000 രൂപ പ്രതിമാസ പെൻഷൻ അനുവദിക്കുക, സെപ്റ്റംബർ 1 തന്നെ ക്ലബ്ബ് മെമ്പർഷിപ്പ് പ്രഖ്യാപിക്കുക, പോളിസി ബോണ്ട് വിതരണം LIC തന്നെ നേരിട്ട് നടത്തുക, എല്ലാ ഏജന്റുമാർക്കും കുടുംബാംഗങ്ങൾക്കും മെഡിക്ലെയിം അനുവദിക്കുക, മെഡിക്ലെയിം കാർഡ് വിതരണം LIC തന്നെ നേരിട്ട് നടത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉന്നയിച്ചു. ദേശീയ സെക്രട്ടറി ജനറൽ കെ രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മളാണ് ഈ സ്ഥാപനത്തിന്റെ അടിസ്ഥാന തൊഴിലാളി. നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വേണം. എന്താ ഫെഡറേഷൻ മുന്നോട്ട് വെച്ചേക്കുന്ന ഡിമാൻഡ്? എന്താ? ഇന്ത്യയിലുള്ള LIC ഏജന്റുമാർക്ക് 60 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മിനിമം 10,000 രൂപ കിട്ടുന്നൊരു പെൻഷൻ സ്കീം ഉണ്ടാകണം. വേണ്ടേ? വേണോ വേണ്ടേ? ഒരുപാട് തൊഴിലാളികൾക്ക് ESI പെൻഷൻ ഉണ്ട്, PF പെൻഷൻ ഉണ്ട്. അവരുടെ എമൗണ്ട് PF കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ പിടിച്ചിട്ട് ഒരു വിഹിതം ആ സ്ഥാപനം അടയ്ക്കും. അവർ റിട്ടയർ ചെയ്യുമ്പോൾ ഈ PF ഒരു നിശ്ചിത എമൗണ്ട് അവർക്ക് പെൻഷനായിട്ട് കിട്ടും. LIC ഏജന്റിനോ 30 വയസ്സിൽ ഒരാൾ ഏജൻസി എടുത്തിട്ട് 30 കൊല്ലം 60 വയസ്സിൽ, ഇപ്പോഴൊക്കെ 60 വയസ്സൊക്കെ കഴിയുമ്പോൾ ഏകദേശം രോഗികളാണ്. 90% LIC ഏജൻസും ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അസുഖങ്ങൾ വെച്ചാൽ അവർ ചെയ്യുന്ന ജോലി അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അയ്യപ്പൻ MP, KP കുഞ്ഞിക്കണാരൻ, V ശൈലജ, ജയപ്രകാശൻ, ശിവദാസൻ, സുധീൻ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് സംഘടിപ്പിക്കുന്ന ഡയറസ് മാർഷൽ എൻഡോമെന്റ് കാർ റാലി മെയ് 26 നടക്കും. റാലിയിലൂടെ സമാഹരിക്കുന്ന പണം മികച്ച സാമൂഹ്യ പ്രവർത്തകൻ പുരസ്കാരമായി സമർപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. അത് സമൂഹത്തിൽ നന്മ ചെയ്യുന്ന താഴെ തട്ടിലുള്ള ആൾക്കാർ, നമ്മളിപ്പോ റോട്ടറി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം പോലെ തന്നെ സംഘടനകളിലൊന്നും ഇല്ലാതെ അവരുടെ സ്വന്തം ഒരു ദിവസം കിട്ടുന്ന ഏണിങ്സ് കൊണ്ടോ അല്ലെങ്കിൽ ശമ്പളം കൊണ്ടോ അവരെയും കാട്ടി താഴ്ന്ന നിലയിലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ അവർക്കൊരു പ്രചോദനം എന്ന നിലയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മാർഷൽ എൻഡോമെന്റ് ഫണ്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. കോഴിക്കോട് ബീച്ച് റോഡിലുള്ള കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ വെച്ചാണ് ഡയറസ് മാർഷൽ എൻഡോമെന്റ് കാർ റാലി ആരംഭിക്കുക. 8 മണിക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. റാലി നടത്തിപ്പിലൂടെ സമാഹരിക്കുന്ന പണം ജനങ്ങൾക്കിടയിൽ നിസ്വാർത്ഥ സേവനം നൽകുന്ന ഒരു വ്യക്തിക്ക് അവാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ച് സാരഥികൾ അറിയിച്ചു. 1 ലക്ഷം രൂപയാണ് അവാർഡായി നൽകുക. പൊതുജനങ്ങളുടെ സോഷ്യൽ മീഡിയ വോട്ടിംഗിലൂടെയാണ് അവാർഡ് വിജയിയെ തിരഞ്ഞെടുക്കുക. ജൂൺ 5 ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അന്തിമ വിജയിയെ പ്രഖ്യാപിക്കുമെന്നും പ്രസിഡന്റ് സജു തോമസ്, സെക്രട്ടറി NP പ്രവീൺകുമാർ, കോർഡിനേറ്റർ ജീഷ് വെൺമരത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജൂൺ 5 ഇതിന്റെ ചടങ്ങ് വെച്ചിട്ടുള്ളത്, ഈ അവാർഡ് ദാന പരിപാടി വെച്ചിട്ടുള്ളത്. അത് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്ത 3 പേരെ പബ്ലിക്കിലേക്ക് ഞങ്ങൾ വോട്ടിങ്ങിന് വേണ്ടി വിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ വരുന്ന മെയ് 10 മുതൽ നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം സ്വപ്ന നഗരിയിലുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് വരണം. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിനടിയിലൂടെ നടന്ന് കടലിലെ വർണ്ണവിസ്മയ കാഴ്ചകൾ കാണാനും ഒരു ചില്ല് ജാലകത്തിൽ
മത്സ്യങ്ങളോടൊപ്പം മനുഷ്യനും നീന്തി തുടിക്കുന്ന അത്ഭുത കാഴ്ചകൾ കാണാനും മെറൈൻ വേൾഡ് ഇൻ ദ സീ. 10 കോടി രൂപ ചെലവിൽ മെറൈൻ വേൾഡ് ഒരുക്കുന്നു ഡബിൾ ഡക്കർ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൽ ഒരു ചില്ല് ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും പ്രണയിക്കുന്നത് കാണാം. ആഴക്കടലിലെ ചെകുത്താൻ ആംഗ്ലർ ഫിഷ് നെറ്റിയിൽ ടോർച്ചുമായി നിങ്ങളെ വിഴുങ്ങാൻ കാലിക്കറ്റ് ട്രേഡ് സെന്റർ സ്വപ്നനഗരിയിൽ. അപ്പൊ മറക്കണ്ട, മെയ് 10 തീയതി 5 മണിക്ക് ഞാനും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം വരും. മെറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം, കാലിക്കറ്റ് ട്രേഡ് സെന്റർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വ്യാവസായിക പരിശീലന വകുപ്പിലെ ഇൻസ്ട്രക്ടേഴ്സ് വിഭാഗം സംഘടനയായ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രക്ടേഴ്സ് ഓർഗനൈസേഷൻ 9ാമത് വാർഷിക സമ്മേളനം മെയ് 11-ന് കോഴിക്കോട്ട് നടക്കും. പട്ടാമ്പി MLA മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം ചെയ്യും. ITഐക്കകത്ത് ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന അധ്യാപകരുടെ ഒരു സംഘടനയാണ് ITDIO എന്ന് പറയുന്ന സംഘടന. സംഘടനയുടെ 9ാമത് വാർഷിക സമ്മേളനമാണ് കോഴിക്കോട് വെച്ച് 11-ാം തീയതി നടക്കാൻ പോകുന്നത്. ഇന്ത്യയിലൊട്ടുമാനം ഉള്ള ഇൻഡസ്ട്രിയിലോട്ടും വിദേശ രാജ്യങ്ങളിലോട്ടുള്ള ഇൻഡസ്ട്രിയിലോട്ടും കുട്ടികളെ വാർത്തെടുക്കുക, വിദഗ്ധ തൊഴിലാളികളെ വാർത്തെടുക്കുക എന്നുള്ള രീതിയിൽ ഏകദേശം 5 മണിക്കൂറോളം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും അതിനുശേഷം 2 മണിക്കൂർ തിയറി ട്രെയിനിങ്ങും കൊടുത്താണ് നമ്മൾ ഇത്തരം വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുന്നത്. ITDI സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ MLA സത്യൻ മൊകേരിയും യാത്രയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങലും നിർവഹിക്കും. വിവിധ ജില്ലകളിലെ ITIകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 200-ൽ പരം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ITDO എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം അതുതന്നെയാണ് ഈ വർഷത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പ്രമേയവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഈശൽ മാനസം മാപ്പിള കലാസാഹിത്യ സംഘം കേരളയുടെ 7ാമത് വാർഷിക കുടുംബസംഗമവും അവാർഡ് ദാനവും കോഴിക്കോട്ട് നടന്നു. മാനസോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അബ്ദുൽ സലാം ഫോക്കസ് മാൾ ഉദ്ഘാടനം ചെയ്തു. സംഗീത പരിപാടിയും അരങ്ങേറി. കോഴിക്കോട് ടൗൺ ഹാളിലാണ് മാനസോത്സവം 24 പരിപാടികൾ അരങ്ങേറിയത്. അംഗങ്ങളുടെ ഇശൽ തെന്മഴ, ഓർമ്മകളിൽ KG സത്താർ റിയാലിറ്റി ഷോ, മാപ്പിളപ്പാട്ട് ക്യൂസ് തുടങ്ങിയ പരിപാടികൾ നടന്നു. മാപ്പിളപ്പാട്ടിന്റെ വിവിധ മേഖലകളിൽ നിന്നും KMK വെള്ളയിൽ, മണ്ണൂർ പ്രകാശ്, ഹമീദ് കോളിയടുക്കം, ഷബിന അക്രം, സുൽഫ മഞ്ചേരി, റഷീദ് മോങ്ങം, കബീർ നല്ലളം, ഷാദിയ ഹക്കീം എന്നിവരെയും ആദരിച്ചു. ചടങ്ങിൽ ഫൈസൽ എളൈറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി KPA നടക്കൽ, കൺവീനർ മുഹമ്മദ് ചെലവൂർ എന്നിവരും സംസാരിച്ചു. തുടർന്ന് ഗായകരായ ഫിറോസ് ബാബു, സിബല സദാനന്ദൻ, മുക്കം സാജിദ, മണ്ണൂർ പ്രകാശ്, ഷബ്ന, സുൽഫ മഞ്ചേരി എന്നിവർ പങ്കെടുത്ത ഇശൽ സന്ധിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേലേമ്പ്ര ദേവികി എമ്മാസ് ഗുരുവായൂരപ്പൻ കോളേജ് ഓഫ് ആർക്കിടെക്ചറിലെ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ദ്വിദിന ആർക്കിടെക്ചർ ഫെസ്റ്റ് കഥ 2024 കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിക്കും. മെയ് 11-ന് നടക്കുന്ന ഫെസ്റ്റിവൽ ആർക്കിടെക്ചർ പഠനത്തിന്റെ ആവശ്യകതയും സാധ്യതകളും വിശദീകരിക്കും. ഈ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് കുട്ടികളുടെ വർക്കിന്റെ എക്സിബിഷൻസ് കാണും, കുട്ടികളുടെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്. അതുപോലെ ഞങ്ങൾ ശില്പ കലാകാരന്മാരായിട്ടുള്ള ജോൺസ് മാത്യു സാർ, അബ്ദുൽ ഹക്ക് ഇവർ നയിക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ടായി കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് ഇയർ നാഷണൽ ലെവലിൽ BArch തീസിസ് അവാർഡ് കിട്ടിയ പ്രോജക്ട്സിന്റെ എക്സിബിഷനുണ്ട്. നാഷണൽ ലെവലിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ കണ്ടക്ട് ചെയ്ത കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് PG കോളേജ് ഓഫ് ആർക്കിടെക്ചറിലെ
ഒരു കുട്ടിയുടെ പ്രോജക്റ്റിനായിട്ട്. അതിന്റെ എക്സിബിഷനും ഇതിന്റെ പാർട്ടായിട്ടുണ്ട്. പ്രശസ്ത ആർക്കിടെക്ട് AK പ്രശാന്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ശില്പകലാകാരന്മാരായ ജോൺസ് മാത്യു, അബ്ദുൾ ഹക്ക് എന്നിവർ നയിക്കുന്ന പ്രത്യേക സെഷൻ ഉണ്ടാകും. ആർക്കിടെക്ചർ രംഗത്തെ പ്രശസ്ത നിർമ്മിതികൾ, അവയുടെ സവിശേഷതകൾ, പുത്തൻ പ്രവണതകൾ എന്നിവയും ദേശീയ തലത്തിൽ അംഗീകാരങ്ങൾ ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കും. വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സാലസ് ഈപ്പൻ, ആർക്കിടെക്ട് റസീന AK, ഷഹിൻ യൂസഫ്, രജീഷ് P തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പൊ ഇപ്പം +2 ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വരുന്ന സമയമാണ്. അപ്പൊ പല ആർക്കിടെക്ചർ ഫീൽഡ് എന്താ നടക്കുന്നത്, കോഴ്സിനെ പറ്റി മനസ്സിലാക്കിയിട്ട് കോഴ്സ് എടുക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് ഇതിനകത്തുണ്ട്. പ്ലസ് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ആർക്കിടെക്ചർ പല കോളേജുകളിൽ എങ്ങനെയാണ് നടക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ പല നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള പല ആർക്കിടെക്ട്സ് ചെയ്തിട്ടുള്ള വർക്കുകളിലെ മോഡലും ഇതിന്റെ പാർട്ടായിട്ട് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു എക്സിബിഷൻ ആയിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേപ്പൂർ ശിവപുരി റെസിഡൻസ് അസോസിയേഷന്റെ 14ാം വാർഷിക ആഘോഷ പരിപാടികൾ ശ്രീലക്ഷ്മി കെമിക്കൽസ് അങ്കണത്തിൽ നടന്നു. വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ചത്. സാംസ്കാരിക സമ്മേളനത്തിൽ അസോസിയേഷനിലെ വിശിഷ്ട വ്യക്തികളും ജനപ്രതിനിധികളും സംബന്ധിച്ചു. നൃത്തങ്ങളിലും മറ്റ് കലാപരിപാടികളിലും കരോക്കെ ഗാനമേളയിലും അംഗങ്ങൾ ആവേശത്തോടെ അണിനിരന്നു. ജില്ലയിലെ ഏറ്റവും നല്ല അങ്കണവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് നേടിയ ശിവപുരി അംഗൻവാടിയിലെ ഹെൽപ്പർ M. അംബികാദേവിയെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് കാർത്തികേയൻ അന്നങ്ങാട്ടും മറ്റ് അസോസിയേഷൻ ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതപഠനത്തിന് ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മിന്നൽ സമരം മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കിയ നടപടിയിൽ എയർ ഇന്ത്യ മാനേജ്മെന്റ് മാപ്പ് പറയണമെന്ന് T. സിദ്ദിഖ് MLA. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കുടുംബശ്രീ അംഗങ്ങളെ ഹോം നഴ്സിംഗ് രംഗത്തേക്ക് നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഹോം നഴ്സുമാരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന് PHSOA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.